നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാർഡ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നും അതിനുള്ള ഒരു അഡ്വൈസുമാണ് നോക്കുന്നത്. ആദ്യത്തെ കാർഡ് 8 ഓഫ് സോർഡ് എന്ന കാർഡുമാണ്. രണ്ടാമത്തെ കാർഡ് ദ എംപ്രസ് എന്ന കാർഡുമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്വയം നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കാര്യങ്ങൾ പരിമിതപ്പെടുത്തി ചെയ്യുന്നു എന്നും എന്തു ചെയ്യുവാനും ഒരു ഭയവും നിങ്ങളുടെ ഉള്ളിൽ കാണുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് കൂടുതൽ ഓപ്ഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുമെന്നാണ്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് നിങ്ങൾ കാണുന്ന തന്നെയില്ല. അതിനുവേണ്ടി നിങ്ങൾ കണ്ണുകൾ സ്വയം കെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പഴയ കാലത്തിൽ നിന്ന് തിരിച്ചു വരാനുള്ള വഴികൾ തുറന്നു കിട്ടും. നിങ്ങൾ ചില കാര്യങ്ങളിൽ പെട്ട് അതിൽ ഒരു ഇരയായി നിന്നിട്ടുണ്ട് എന്ന് കാണുന്നു. അതിൽ പെട്ട അവസ്ഥയിലാണ് നിസ്സഹായത ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു വരുവാൻ, ഈ കെട്ടുകൾ സ്വയം പൊട്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ അഡ്വൈസായി ചോദിച്ചപ്പോൾ ദ എംപ്രസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചൈൽഡ് ബർത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സമൃദ്ധിയും ആഡംബരവും നിറഞ്ഞ ജീവിതമാണ് മുന്നിൽ കാണുന്നത്. ഇവിടെ ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നത് നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കുട്ടി, അതായത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ടോ നിങ്ങളുടെ അറിവും കഴിവും കൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു കുട്ടിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ഏത് മേഖലയിലായാലും ഒരു തുടക്കം ക്രിയേറ്റീവായി ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ കരിയറിലാകാം, അതിൽ സ്റ്റഡിയോ ജോബോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലായാലും ഒരു പുതിയതായി കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖല തന്നെയാകാം ഇനി നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നത്. ഇതാണ് ഈ രണ്ട് കാർഡുകൾ. ഈ രണ്ട് കാർഡുകളും കൂട്ടി വായിക്കുമ്പോൾ കിട്ടുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ ലെറ്റ്സ് ഗോ ചെയ്യുക, അതായത് വിട്ടുകളയുക എന്നും പുതിയ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരുവാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഞാൻ ഒരു പുതിയ ഭാവിക്ക് ജന്മം നൽകാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നന്ദി, നമസ്കാരം.